നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ വാരക്നൻസ് തിയറം. ഈ തിയറം അനുസരിച്ച് ഒരു ഫോഴ്സിൻ്റെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ റെക്റ്റാങ്കുലർ കോമ്പണൻസിൻ്റെ മൊമെൻ്റ് എടുത്ത് സം ചെയ്താൽ മതിയാകും. ഈ ഗിവൺ ഫിഗറിൽ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഇൻക്ലൈൻ ഫോഴ്സാണ്. ഈ ഫോഴ്സിൻ്റെ റെക്റ്റാങ്കുലർ കോമ്പണൻസ് ആണ് F1ഉം F2ഉം. F1 ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും F2 വെർട്ടിക്കൽ കോമ്പണൻറ്റുമാണ്. ഇനി മൊമെൻറ്റ് സെൻറ്റർ പോയിൻ്റ് O ആണ്. മൊമെൻറ്റ് അബൌട്ട് O കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷൻ നമുക്കിങ്ങനെ റൈറ്റ് ചെയ്യാം. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് F അബൌട്ട് O ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് അബൌട്ട് O പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ കോമ്പണൻറ്റ് അബൌട്ട് O. ഇനി ഫോഴ്സും മൊമെൻറ്റ് സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഫോഴ്സ് F ഇൻക്ലൈൻ ഫോഴ്സാണ്. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും പോയിൻറ്റ് Oയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് ഡിസ്റ്റൻസ് D ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് F1 ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. F1 ഹൊറിസോണ്ടലാണ്, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സും മൊമെൻറ്റ് സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെർട്ടിക്കലായിരിക്കും. അതാണ് D1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി വെർട്ടിക്കൽ കോമ്പണൻറ്റ് F2 ശ്രദ്ധിക്കുക. F2ൻ്റെ ലൈൻ ഓഫ് ആക്ഷനും മൊമെൻറ്റ് സെൻറ്റർ Oയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസാണ് ഡിസ്റ്റൻസ് D2. ഇനി ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് അബൌട്ട് O കൺസിഡർ ചെയ്യാം. ആദ്യം ഫോഴ്സ് F സെലക്ട് ചെയ്യുക. എഫിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. മൊമെൻറ്റ് അബൌട്ട് O സെലക്ട് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൊമെൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇതായിരിക്കും. മൊമെൻറ്റ് ഓഫ് F അബൌട്ട് O ഈസ് പ്ലസ് F ഇൻറ്റു D. ഇനി F1 കൺസിഡർ ചെയ്യുക. F1 റൈറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. മൊമെൻറ്റ് അബൌട്ട് O സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ മൊമെൻറ്റ് ഓഫ് F1 അബൌട്ട് O ഈസ് പ്ലസ് F1 ഇൻറ്റു ഡിസ്റ്റൻസ് D1. F2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. മൊമെൻറ്റ് സെൻറ്റർ F2ൻ്റെ റൈറ്റ് സൈഡിലാണ് ലൈ ചെയ്യുന്നത്. മൊമെൻ്റ് എടുക്കുമ്പോൾ വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൊമെൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇതാണ്, പ്ലസ് F2 D2. ഇനി ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ വാല്യൂ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. FD ഈക്വൽ ടു F1 D1 പ്ലസ് F2 D2. ഈ കേസിൽ ഫോഴ്സ് Fഉം അതിൻ്റെ കോമ്പണൻസും മൊമെൻറ്റ് ഫോം ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. വാരക്നൻസ് തിയറം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രോബ്ലം നമുക്ക് യൂസ് ചെയ്യാം. A horizontal line PQRS is 12 meters long, where PQ equal to QR equal to RS equal to 4 meters. Find the magnitude, direction and position of the resultant force. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ബാർ തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഗിവണാണ്. നമുക്ക് വേണ്ടത് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഈ കേസിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യണം. അതിന് നമുക്ക് വാരക്നൻസ് തിയറം യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ആദ്യം റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇവാലുവേറ്റ് ചെയ്യാൻ മെത്തേഡ് ഓഫ് റെസൊല്യൂഷൻ അപ്ലൈ ചെയ്യാം. ഓരോ ഫോഴ്സായിട്ട് സെലക്ട് ചെയ്യുക. ഓരോ ഫോഴ്സിൻ്റെയും റെക്റ്റാങ്കുലർ കോമ്പണൻസ് ഇവാലുവേറ്റ് ചെയ്യുക. റെക്റ്റാങ്കുലർ കോമ്പണൻസ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ടൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് റിലേഷനകത്തേക്ക് അപ്ലൈ ചെയ്യുക. ആറിൻ്റെ വാല്യൂയും ഹൊറിസോണ്ടൽ ആംഗിളും ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ ഓരോ 1 by 1 ആയിട്ട് ഓരോ ഫോഴ്സും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓരോ ഫോഴ്സിൻ്റെയും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഓൾജിബ്രിക് സം സിഗ്മ FHും സിഗ്മ FAയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് റിലേഷൻ ഇതാണ്. R ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ FH ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ FV ദ ഹോൾ സ്ക്വയർ. ഇനി റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ റിലേഷൻ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. tan phi H ഈക്വൽ ടു സിഗ്മ FV ഡിവൈഡഡ് ബൈ സിഗ്മ FH. ഈ രണ്ട് റിലേഷൻ യൂസ് ചെയ്ത് മാഗ്നിറ്റ്യൂഡും ആംഗിളും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് റിസൾട്ടൻറ്റ് ഫോഴ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. റിസൾട്ടൻറ്റ് ഫോഴ്സ് ഏത് പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് അൺനോൺ ആയത് കാരണം നമുക്ക് ആർബിട്രറി ആയിട്ടൊരു പോയിൻറ്റ് സെലക്ട് ചെയ്യാം. ഒരു പോയിൻറ്റ് X നിങ്ങൾ നെയിം ചെയ്യുക. ഈ Xൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റും ലെഫ്റ്റ് മോസ്റ്റ് പോയിൻറ്റ് Pയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് X ആയി മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ആറിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം. സിഗ്മ FHും സിഗ്മ FVയും നെഗറ്റീവാണ്. അങ്ങനെ വരുമ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഈ ഹൊറിസോണ്ടൽ ആംഗിളാണ് നമ്മൾ ഫൈ ആയിട്ട് കൺസിഡർ, ഫൈ അല്ലെങ്കിൽ ഫൈ H ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓരോ ഫോഴ്സായിട്ട് സെലക്ട് ചെയ്യാം. ആദ്യം 1000 ന്യൂട്ടൺ ഫോഴ്സ് സെലക്ട് ചെയ്യുക. 1000 ന്യൂട്ടൺ ഫോഴ്സ് പോയിൻറ്റ് Pയിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതൊരു വെർട്ടിക്കൽ ഫോഴ്സ് ആയത് കാരണം അതിന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഉണ്ടാകില്ല.
ഇനി 1500 ന്യൂട്ടൺ ഫോഴ്സ് സെലക്ട് ചെയ്യുക. 1500 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന പോയിൻറ്റ് ക്യൂയിലാണ്. പോയിൻറ്റ് ക്യൂയിൽ വെച്ച് ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ലെഫ്റ്റിലേക്കും വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിൻ്റെ ഡയറക്ഷനും ലൈൻ പി ക്യു ആർ എസും ഒരേ ലൈനായത് കാരണം ഈ ലൈനിൽ ലൈ ചെയ്യുന്ന ഏത് പോയിൻറ്റിനെ ബേസ് ചെയ്ത് മൊമെൻ്റ് എടുത്താലും ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിന് മൊമെൻ്റ് ഉണ്ടാകുകയില്ല. ഇനി 1000 ന്യൂട്ടൺ ഫോഴ്സ് സെലക്ട് ചെയ്യുക. പോയിൻറ്റ് ആറിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത്. പോയിൻറ്റ് ആറിൽ വെച്ച് ഈ ഫോഴ്സ് റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ലെഫ്റ്റിലേക്കും വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുമായിരിക്കും. ഇവിടെയും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിൻ്റെ ഡയറക്ഷനും ലൈൻ പി ക്യു ആർ എസും സെയിം ആയത് കാരണം ഹൊറിസോണ്ടൽ ഫോഴ്സിന് മൊമെൻ്റ് ഉണ്ടാകുകയില്ല. ഇനി 500 ന്യൂട്ടൺ ഫോഴ്സ് സെലക്ട് ചെയ്യുക. റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഇങ്ങനെയും വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുമായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെയും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിന് ലൈൻ പി ക്യു ആർ എസിൽ ലൈ ചെയ്യുന്ന ഏത് പോയിൻറ്റിനെ ബേസ് ചെയ്ത് മൊമെൻ്റ് എടുത്താലും മൊമെൻ്റ് ഉണ്ടാകുകയില്ല. ഓക്കെ, ഇപ്പോൾ ഈ 4 ഫോഴ്സുമാണ് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇതിൻ്റെ ഓൾജിബ്രിക് സമ്മാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എല്ലാ മൊമെൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി ഈ ലൈൻ പി ക്യു ആർ എസിൽ ഏത് പോയിൻ്റ് എടുത്ത് മൊമെൻ്റ് എടുത്താലും ഹൊറിസോണ്ടൽ ഫോഴ്സസിന് മൊമെൻ്റ് ഇല്ലാത്തത് കാരണം നമുക്ക് വെർട്ടിക്കൽ കോമ്പണൻസും അതിൻ്റെ ഓൾജിബ്രിക് സമ്മും മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മൊമെൻ്റ് എടുക്കാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇഷ്ടമുള്ള പോയിൻ്റ് സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് മോസ്റ്റ് പോയിൻറ്റ് പി മൊമെൻ്റ് സെൻറ്ററായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഓരോ ഫോഴ്സിൻ്റെയും വെർട്ടിക്കൽ കോമ്പണൻറ്റ് എടുക്കുക, അതിൻ്റെ മൊമെൻ്റ് അബൌട്ട് പോയിൻറ്റ് പി സെലക്ട് ചെയ്യുക, അതിൻ്റെ ഓൾജിബ്രിക് സം സെലക്ട് ചെയ്യുക. ഈ ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റിൻ്റെ മൊമെൻ്റ് അബൌട്ട് പോയിൻറ്റ് പിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഫോഴ്സ് 1000 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. 1000 ന്യൂട്ടൺ ഫോഴ്സ് പോയിൻറ്റ് പിയിൽ കൂടെ പാസ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അതിനാൽ മൊമെൻ്റ് ഇല്ല. ഇനി 1500 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് സെലക്ട് ചെയ്യാം. വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1500 sin 60 ഇൻറ്റു ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. ഇനി നമുക്ക് 1000 ന്യൂട്ടൺ ഫോഴ്സ് സെലക്ട് ചെയ്യാം. 1000 ന്യൂട്ടൺ ഫോഴ്സിന് വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. 1000 sin 45 ഇൻറ്റു ഡിസ്റ്റൻസ് പി ആർ അല്ലെങ്കിൽ 8 മീറ്റേഴ്സാണ്. ഇനി 500 ന്യൂട്ടൺ ഫോഴ്സ് സെലക്ട് ചെയ്യുക. 500 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് വെച്ചാൽ 500 sin 30 ആണ്. ദിസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് 12 മീറ്റേഴ്സ്. ഇത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഫോഴ്സിൻ്റെ എല്ലാം സൈൻ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. മൊമെൻ്റ് അബൌട്ട് പി ആണ് നമുക്ക് വേണ്ടത്. എല്ലാ ഫോഴ്സും ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഇതിനെ ഇക്വേറ്റ് ചെയ്യേണ്ടത് വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് അതിൻ്റെ മൊമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർ വി ഇൻറ്റു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ആർ വി എന്ന് പറയുന്നത് സിറ്റി സെയിം ആ സിഗ്മ എഫ് വി ഇൻറ്റു അൺനോൺ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 4.25 മീറ്റേഴ്സ് ഫ്രം പോയിൻറ്റ് പി ആണ്.